ഹലോ, കുറേ ദിവസമല്ലേ നമ്മളൊരു മെയിൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നതാ ഞാനൊരു മെയിൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്നത്. സ്പെഷ്യലാവാനുള്ള മെയിൻ റീസൺ എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള 2 ബേബീസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുള്ളത്. മറ്റാരുമല്ല, എൻ്റെ സിസ്റ്ററിൻ്റെ മക്കളാണ്. അപ്പോൾ അവർ അബ്രോഡാണ്. അവർ പോയിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും അവരെ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ചാനൽ. ഇന്നലെ ഞാൻ പിൻട്രസ്റ്റൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് 2 ഡോൾസിൻ്റെ ഫോട്ടോ കാണുന്നത്. ആ ഡോൾസിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ തൊട്ട് എനിക്കെൻ്റെ മക്കളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ഡോളിൻ്റെ ഫോട്ടോയും കൂടി കണ്ടപ്പോൾ ഭയങ്കര ഫീലായി. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ആ ഫോട്ടോ ഞാൻ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെയാണ് ഓർത്തത്, ജേണൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താണോ അപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ ജേണലൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നി ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അവരെയല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു ജേണൽ ചെയ്യാമെന്ന്. അപ്പോൾ അതാ ഫസ്റ്റ് പേജിൽ ഞാൻ എൻ്റെ ഇഷമോൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഞാനും ഇഷമോളും കൂടിയുള്ള കുറച്ച് ഫോട്ടോസും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ക്യൂട്ട് ഡോളാണ് കേട്ടോ അത്. അവൾക്ക് ഞാൻ ആ ഫസ്റ്റ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റീല് നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ആ റീലിലുള്ള ആ ഡോള് സെയിം ആയിട്ട് ഫോട്ടോ കിട്ടി. അതേപോലെ തന്നെ ഞാൻ രണ്ടാമത് ഒട്ടിച്ചിട്ടുള്ള ആ ഡോളും അവളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. അവളെ പറ്റി എന്ത് പറഞ്ഞാലും അവൾക്ക് പ്രശ്നമില്ല. പക്ഷെ അവളുടെ ആ ഡോളിനെ പറ്റിയിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇതിൽ ഓരോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമ്പോഴും എനിക്കുള്ളിൽ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോരോ നിമിഷങ്ങൾ നമ്മൾ ഓർത്ത് പോകുമല്ലോ. ഇപ്പോൾ ഈ ഒട്ടിക്കുന്ന ഈ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ്. കാരണം ഇതാണ് ഞാൻ അവൾക്ക് ചെയ്തെടുക്കുന്ന മെയിൻ ഹോബി, അവളുടെ ഹെയർ സ്റ്റൈല്. ഓരോരോ ഹെയർ സ്റ്റൈൽ നോക്കും, അവൾക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കും. ഇതാണ് എൻ്റെ മെയിൻ പരിപാടി. പിന്നെ അതാ ഞാൻ ചെറുതായിട്ട് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിസ് യു കോഡ്സ്, അത് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ പർപ്പിൾ ഷെയ്ഡിലുള്ള 2 ഹാർട്ട്സും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ പേജ് എൻ്റെ അസ്ലുവിന് വേണ്ടിയിട്ടാണ്. മോൻ്റെ പേര് അസ്ലാൻ എന്നാണ്. അപ്പം അവൻ്റെ കൂടെയുള്ള കുറച്ച് ഫോട്ടോസും ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടാണ് ഈ പേജ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൾ കുറച്ച് കുരുത്തക്കേടാണ്, പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും ആളെ തന്നെയാണ് കേട്ടോ. മിസ് ചെയ്യാന്ന് വെച്ചാൽ അവനായാലും എൻ്റെ ഇഷമോളായാലും 2 പേരും വീട്ടിൽ എപ്പോഴും നമ്മളെ ഒട്ടിക്കൊണ്ട് നടക്കുന്ന 2 പേരുണ്ടാവുമല്ലോ, ആ 2 പേരാണ് അവർ. കുറച്ചൊക്കെ കുരുത്തക്കേട് കാണിക്കും, വെറുപ്പിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവരില്ലാതെ ആ വീട്ടിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ ഫോൺ ഗാലറിയിൽ ഏറ്റവും കൂടുതൽ ഫോട്ടോസ് ഉണ്ടാവുക ഞാനും അസ്ലാനും കൂടിയുള്ള ഫോട്ടോസാണ്. അതുകൊണ്ട് അസ്ലാൻ്റെ കൂടെയുള്ള ഫോട്ടോസിന് തിരഞ്ഞെടുക്കാനൊന്നും വലിയ പണിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ ഫോട്ടോസൊക്കെ വെച്ച് ജേണൽ ചെയ്തിട്ട് നിങ്ങളുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, ഉമ്മ, അപ്പ ആർക്ക് വേണമെങ്കിലും ഇതുപോലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റും. ബർത്ത്ഡേ, ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ജേണലൊക്കെ ചെയ്ത് അവരെ ഹാപ്പി ആക്കാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ പ്രിൻ്റ് എടുക്കാനൊന്നും അധികം പൈസയൊന്നുമില്ല. ഒരു 30 രൂപ 40 രൂപ ചിലവാക്കിയാൽ നമുക്ക് ആ ഒരു പേപ്പറിൽ ഒരുപാട് സ്റ്റിക്കേഴ്സും ഇതുപോലത്തെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ജേണലിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.